യുഎസിന്റെ അധിക തീരുവ പ്രഖ്യാപനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് സന്ദർശിച്ചേക്കും. അടുത്ത മാസം അവസാന വാരം യുഎസ് സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി യോഗത്തിൽ പങ്കെടുക്കാനായാണ് സന്ദർശനം ആലോചിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി ചർച്ചകൾക്കും സാധ്യതയുണ്ട്. കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ 50% അധിക തീരുവയും വ്യാപാര കരാറും ചർച്ചയാകും. അതേസമയം വ്ളാഡിമിർ പുടിനുമായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അലാസ്ക ചർച്ചയിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകില്ലെന്ന് സൂചനയുമായി വൈറ്റ് ഹൌസ്. ചർച്ച കാര്യങ്ങൾ അറിയാനുള്ള വേദി മാത്രമെന്നാണ് യുഎസ് നിലപാട്. വെടിനിർത്തലിനായി ഭൂപ്രദേശം വിട്ടുനൽകാൻ തയ്യാറല്ലെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി. മറ്റന്നാൾ ചർച്ച നടക്കാനിരിക്കെ യുക്രൈനിലെ കൂടുതൽ മേഖലകൾ ലക്ഷ്യമിട്ട് റഷ്യൻ സേന നീക്കവും ശക്തമാക്കി. അലാസ്ക ചർച്ചയിൽ യുക്രൈന് ക്ഷണമില്ലെന്ന് വ്യക്തമാക്കിയാണ് വൈറ്റ് ഹൌസ് പ്രതികരണം. ചർച്ചയിൽ ഒരു കക്ഷി മാത്രമാണ് പങ്കെടുക്കുന്നതെന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസിഡന്റ് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുമെന്നാണ് യുഎസ് നിലപാട്. ട്രംപ് റഷ്യ സന്ദർശിക്കാനും സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കാരലിൻ ലിവിറ്റ് പറഞ്ഞു. ചർച്ചയിൽ ഒരു കക്ഷി മാത്രമാണ് പങ്കെടുക്കുന്നതെന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസിഡന്റ് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുമെന്നുമാണ് യുഎസ് നിലപാട്. ട്രംപ് റഷ്യ സന്ദർശിക്കാനും സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കാരലിൻ ലിവിറ്റ് പറഞ്ഞു. യുക്രൈനിൽ വെടിനിർത്തലിനായി ഭൂപ്രദേശങ്ങൾ വിട്ടുനൽകേണ്ടി വരുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം തള്ളി പ്രസിഡന്റ് സെലൻസ്കിയും രംഗത്തെത്തി. ഡോൺബാസ് മേഖല റഷ്യ ആവശ്യപ്പെട്ട റിപ്പോർട്ടുകൾക്കിടയിലാണ് പ്രതികരണം. യുക്രൈന് പിന്തുണയുമായി 26 യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയും ഇറക്കി. റഷ്യയുമായി അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന ഹംഗറി മാത്രം പ്രസ്താവനയിൽ ഒപ്പുവെച്ചില്ല. റഷ്യ യുദ്ധം ജയിച്ചു കഴിഞ്ഞെന്ന് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും പറഞ്ഞു. അതിനിടെ റഷ്യൻ സേന കിഴക്കൻ യുക്രൈനിലെ കൽക്കരി ഖനന നഗരമായ ഡോബ്രോപില്ലയ്ക്ക് സമീപം അപ്രതീക്ഷിത മുന്നേറ്റവും നടത്തി. ഡോണറ്റ്സ്ക് മേഖലയിലും കൂടുതൽ പ്രദേശത്തേക്ക് റഷ്യൻ സേന നീങ്ങുകയാണ്.